ഹായ് ഗായ്സ്, നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആക്കുകയാണ്. ഈ വേൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് നമ്മുടെ കേരള, ഈ വേൾഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കേരള എന്നാണ്, കേരളം. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പോകണം. ഫോർ എക്സാമ്പിൾ, സോ ഗായ്സ്, നമ്മളങ്ങനെ റീസ്പോണായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഴയ വേൾഡിനെ പോലെ തന്നെ ഈ വേൾഡിൻ്റെയും നമ്മുടെ ഉദ്ദേശം ബിൽഡിങ്സാണ്. വലിയ വലിയ ബിൽഡിങ്ങുകൾ ചെയ്യാം. ഈ ബിൽഡിങ്ങുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ പോയി മരം എടുത്തൊരു മണ്ടേ പോവാം. സോ ഗൈസ്, നമ്മൾ ടൂൾസ് എല്ലാം സെറ്റാക്കിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ ഈ വ്യൂ കണ്ട കിടിലൻ വ്യൂ അല്ലേ, നല്ല വ്യൂ. താഴെ വീണ ചാവേം ചെയ്യും. സോ നമുക്ക് നമ്മുടെ ബേസിക് ആർമറുകൾ സെറ്റാക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വയ്ക്കുക, ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പം സോ ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ മതി. പണി കഴിഞ്ഞ് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് എവിടെയെങ്കിലും നമുക്ക് ആദ്യം വില്ലേജിലെത്താം ഗൈസ്. സോ ഗൈസ്, നമ്മളിങ്ങ് എത്തിയപ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ വുഡ് മൈനിങ് ചെയ്യുകയും ചെയ്തു. സോ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. എന്നിട്ട് നേരെ വന്നിട്ട് കുറച്ച് ടൂൾസുകൾ ഉണ്ടാക്കാം. നമ്മളിത് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ, കാരണം നമുക്കിപ്പോൾ ഇതാണ് ആവശ്യം. എന്ന് പറഞ്ഞാൽ കുറച്ച് അയൺ വെട്ട്, അല്ല സ്റ്റോൺ വെട്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ മറ്റേ സാധനമൊക്കെ സെറ്റാക്കി. സോ നമുക്ക് ഇവിടെ വന്നിട്ട് ആദ്യത്തെ സ്റ്റോൺ പിക്കേഴ്സ് അതായിരുന്നല്ലേ, അപ്പോൾ സോറി. സോ നമുക്ക് എന്തായാലും ഇതിങ്ങനെ വയ്ക്കുക. അപ്പോൾ അതെടുത്ത് പത്തിക്കുക സ്റ്റോൺ. ഓക്കെ, സോ നമുക്കെന്തായാലും ഇവിടെ വന്നിട്ട് സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ്, ഇതാണല്ലേ പിക്കാക്സ്. അപ്പം മറ്റെന്തായിരുന്നു പിക്കാക്സ്, അപ്പം ഇത് ആക്സ്. ഓക്കെ, എനിക്കൊന്നും മിസ്റ്റേക്കാണ് സർ ഗൈസ്. സോ നമ്മളങ്ങനെ സ്റ്റോണിൻ്റെ ഫുൾ ആർമർ സെറ്റാക്കിയിട്ടുണ്ട്, വെപ്പൺസ് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ എന്താണ് എൻ്റെ ബേസിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞുതരാം. എക്സ്പെഷ്യലി നമ്മുടെ ഡ്രാഗണൊക്കെ ഇല്ല, അത് ഒരു മിനിമം പ്ലാനാണ്. അതായത് നമ്മൾ എന്തായാലും അത് ചെയ്യും, നമുക്കത് ചെയ്തേ പറ്റും, കാരണം അതിലായിട്ട് ഇടയ്ക്ക് ആവശ്യമുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതല്ല ആദ്യമേ ചെയ്യണം. നമ്മൾ അതിൻ്റെ ഈ വീടിയുടെ പരിസരത്തൂടെ അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്രിയേറ്റിംഗ്. അതായത് നമ്മുടെ വേൾഡിൻ്റെ പേര് കേരളം എന്നാണ് നീട്ടിക്കുന്നത്. അതായത് ഈ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇപ്പോൾ ഉള്ളതുപോലെയല്ല, പണ്ടൊരു ട്രഡീഷണൽ ഇതുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, 4 കെട്ട് വീട്, 8 കെട്ട് വീട്, അതുപോലെയുള്ള ബിൽഡുകൾ, അതായത് ട്രഡീഷണൽ ബിൽഡുകൾ, അമ്പലമൊക്കെ ഇരിക്കുന്ന വേണ്ടിയിട്ടില്ലേ, അതുപോലെയാണ് നമ്മുടെ എല്ലാ ബിൽഡും വരിക. സോ നമ്മുടെ മെയിൻ ബേസ് ഒരു 4 കെട്ട് വീട്, 8 കെട്ട് വീടോ അല്ല, നമ്മുടെ എന്താ പറയുക, ഒരു ഫാം വന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു കൗ ഫാം വന്നിട്ട്, ആ ഒരു ഫാം, അതായത് നമ്മൾ റിയൽ ലൈഫിലൊക്കെ ഉള്ള ഫാം ഉണ്ടാവുമല്ലോ. നമ്മുടെ നോർമൽ മറ്റേ താപ്പം വലിച്ചിട്ട് അതല്ല, നോർമലായിട്ട് പണ്ട് കാലത്തെ വീടുകളിൽ വീട്ടിൻ്റെ അകത്ത്. സോ ഗൈസ്, നമ്മൾ ഈ പശുക്കൾ എന്ന് പറയുമ്പം ഞാൻ കുറച്ച് ഇൻറ്റൻസ് ചെയ്യണത്തോണ്ടാണ് പ്രശ്നം. സോ എന്താ പറയുക, നമ്മൾ പശുക്കൾ, നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ വന്നിട്ട് പശുക്കളെ വീട്ടിനകത്ത് വളർത്താറുണ്ട്. ആ ഒരു ടെക്നോളജി ഉണ്ട്. അതായത് എന്താ പറയുക, കാറിങ്ങായിട്ട് അവരെ ദൈവത്തിന് തുല്യം കൊടുത്ത്, നമ്മളതിനകത്ത് ഇറക്കാനാണെങ്കിലും ദൈവത്തിന് ആ ഒരു ഇണങ്ങി കൊടുക്കുക, ചുമ്മാരിക്കട്ടെ. സോ അങ്ങനത്തെ ഒരു വേൾഡ്, അതായത് ഫുൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോണേ. പിന്നെ ആ കൂടെ പേടിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബീറ്റ വെർഷനാണ്. ഞാൻ മൈൻക്രാഫ്റ്റിലൊരു സ്പേസ് ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫാമുകളുടെ പണി തുടങ്ങാറായപ്പോഴത്തേക്ക് എന്നെ വലിപ്പിച്ച്. അങ്ങനത്തെ ഒരു ഗെയിമാണിത്. ഇനി കലി വരുമ്പോൾ ഞാൻ വച്ചടിച്ചേറ്റി കൊടുക്കും, അത് പറയാൻ പറ്റില്ല. സോ നമ്മളത് ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ കേരളം വരാൻ പോണ. അതായത് ഒരു ഇന്റർനാഷണൽ കേരളം, വേൾഡ് വൈഡ് ഒരു കേരളം. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ അങ്ങനെയൊക്കെ ഒരു കേരളം. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതി ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുകയും നമ്മുടെ വേൾഡിനെ തറക്കല്ലിടുകയും ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.